വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ചാലിയാറിൽ തുടരുകയാണ്. എന്നൊന്നും നമ്മുടെ ERF അംഗങ്ങൾ തെരച്ചിലിന് വേണ്ടി വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ERFന്റെ 35ഓളം വരുന്ന അംഗങ്ങൾ തെരച്ചിലിനായിട്ട് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ടു. 25ഓളം അംഗങ്ങളാണ് ഇപ്പോൾ പുഴയിൽ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അംഗങ്ങളാണ് സെർച്ചിങ്ങിനായിട്ട് നമ്മൾ ഇവിടെ കാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ടൗണിൽ നിൽക്കുകയാണ്. എടവണ്ണയിൽ നിന്നും ഷാഹിന്റെ നേതൃത്വത്തിലുള്ള ടീമുകളും തിരുവാലി, മലപ്പുറം, നിലമ്പൂര് യോജിച്ചാണ് നമ്മൾ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. ഈ നിൽക്കുന്ന ഏരിയന്റെ ഈ ബാക്കിൽ കാണുന്ന അതാണ് സൂചിപ്പാറ. അതിന്റെ പുറകിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം 3 മടങ്ങായിട്ട് ചാടി വരുന്നത്. അതിങ്ങനെ ഒഴുകി നേരെ ഇപ്പുറത്ത് കൂടി പോയിട്ട് ഇതിന്റെ ബാക്കിലാണ് കാന്തൻപാറ വാട്ടർഫോൾസ്. ഇടത്തെ സൈഡിൽ കൂടി കാന്തൻപാറ വെള്ളച്ചാട്ടവും ഇത് സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ ബാക്കിൽ നിന്നാണ് ഈ പൊട്ടി ഒഴുകി ചാലിയാറിലേക്ക് നമ്മുടെ മുണ്ടേരി ഭാഗത്തേക്കൊക്കെ ഈ മൃതദേഹങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ നിന്നും പതിച്ചിട്ടാണ് 3 ചാട്ടം ചാടിയിട്ടാണ് മൃതദേഹങ്ങളെല്ലാം ചിന്നി ചിതറിയ നിലയിലെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ERF അംഗങ്ങൾ മാക്സിമം അതിന്റെ മുകളിലേക്കും അതിലെ വേറെ വഴികളുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഫോറസ്റ്റ് അത് നമുക്ക് വഴി കാട്ടാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളൊപ്പം ഉണ്ട്. അവരുമായിട്ട് യോജിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മാക്സിമം മുകളിലേക്ക് കയറുകയാണ്. കണ്ടെത്താൻ കഴിയുന്നിടത്തോളം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തി തിരിച്ചിറങ്ങും. പിന്നെ ടീമംഗങ്ങൾ അതിന്റെ മുകളിലേക്ക് മൂവ് ചെയ്യാണ്. യെസ്, അനൂപുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനൂപ്, വളരെ വിശദമായി അവർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ചാലിയാറിൽ തുടരുകയാണ്. ഇനിയും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തെരച്ചിൽ ഏതു തരത്തിലായിരിക്കും പുരോഗമിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായി ഈ വനമേഖലയിൽ വയനാടിനോട് അതിർത്തി പങ്കിടുന്ന വനമേഖലയിൽ പ്രത്യേക സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമായി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രധാനമായും ഈ മേഖലകളിൽ തെരച്ചിൽ നടക്കുന്നത്. ഇന്നും നാളെയും വിശദമായി 5 ഇടങ്ങളിലായുള്ള തെരച്ചിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക. അവർ ആ മേഖലകളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റൊരു സംഘം 7 മണിക്ക് തെരച്ചിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അവർ മുണ്ടേരി ഫാം തുടങ്ങുന്ന മേഖലയിൽ നിന്ന് തുടങ്ങുന്ന തിരച്ചിൽ ഉച്ചയ്ക്ക് പരപ്പൻപാറ വനമേഖലയിൽ, അതായത് സൺറൈസ് വാലിയോട് ചേർന്നിട്ടുള്ള ചാലിയാർ പുഴയിലേക്ക് നേരൊഴുക്കുകൾ എത്തുന്ന മേഖലയിൽ തെരച്ചിൽ എത്തിച്ച് അവിടെ വരെ എത്തി അത് അവസാനിപ്പിക്കും. NDRFന്റെയും അഗ്നിരക്ഷാ സേനയുടെയും സിവിൽ ഡിഫൻസ് സേനയുടെയും അതോടൊപ്പം പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു 60 അംഗ സംഘമായിരിക്കും ഇവിടെ തെരച്ചിൽ നടത്തുക. ദുർഘട വനമേഖലയായതിനാൽ വൈദഗ്ധ്യവും പരിശീലനവും ഇവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനാൽ ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കുന്നില്ല. ചാലിയാർ പുഴയുടെ ഈ ഭാഗത്ത് തെരച്ചിലിന് പ്രധാനമായും നാം ആശ്രയിക്കുന്നത് ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ്. അതേസമയം വനമേഖലയായിട്ടുള്ള ഈ പാണൻകോയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു 10 അംഗ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 50 അംഗ സംഘമായിരിക്കും അവിടെ തിരച്ചിൽ നടത്തുക. അതും ഇതേ രീതിയിൽ തന്നെ ദുർഘടമായ മേഖലയാണ് എങ്കിലും അവിടേക്ക് നടന്നെത്താനും മറ്റും സാധിക്കുന്ന സ്ഥലമാണ്. ഈ പാണൻകായം മുതൽ പൂക്കോട്ട് മന വരെയും പൂക്കോട്ട് മന മുതൽ ചാലിയാർ മുക്ക് വരെയും 20 അംഗ സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങളാണ് അവിടെ തെരച്ചിൽ നടത്തുക. അവിടെ നിന്നും മൃതശരീര ഭാഗങ്ങൾ നേരത്തെയും കണ്ടെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇന്ന് പ്രത്യേകമായി ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ വിധത്തിൽ ഈ മേഖലയിൽ മാത്രം ഇപ്പോൾ ഏതാണ്ട് 250ഓളം പേർ എങ്കിലും ഉൾപ്പെടുന്ന ഈ സംഘങ്ങൾ തെരച്ചിൽ നടത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കൽപ്പറ്റയിൽ നിന്ന് ഈ ദൗത്യ സംഘങ്ങളെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ ഈ മേഖലയിലേക്ക് പുറപ്പെടും. അതോടൊപ്പം ഈ വനയോര മേഖലയിൽ നിന്ന് ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്നവരും ആ മേഖലയിലേക്ക് എത്തും. ആ വിധത്തിൽ ഈ 2 ദിവസങ്ങളിലായി ഈ സ്ഥലത്ത് പൂർണ്ണമായും ഒരു തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ മണൽത്തിട്ടകളെല്ലാം അടിഞ്ഞ് ഈ പുഴയുടെ ഗതിമാറി ഒഴുകി ചാലിയാറിന് തന്നെ സ്വാഭാവിക ഘടകങ്ങളെല്ലാം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാഭാവിക ഘടനയെല്ലാം ഒരു ഇല്ലാതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ മേഖലയിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൺതിട്ടകളെ അല്ലെങ്കിൽ ആ മേഖലകളിൽ വനയോര മേഖലയിലേക്ക് ഈ വഴിമാറി ഒഴുകിയ പുഴ ഇത്തരത്തിൽ ആളുകളെ ഒഴുക്കിക്കൊണ്ടുവന്ന് അവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം
പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ വിശദമായ തിരച്ചിൽ. ഏതായാലും ഈ പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ജനകീയ തിരച്ചിലും മറ്റും നടത്തി അതിൽ പൂർണ്ണമായും അവിടെ നിന്ന് ഇനി മറ്റ് സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ജില്ലാ ഭരണകൂടം. ഇന്ന് ഇവിടെ തെരച്ചിൽ ഈ മേഖലകളിലും ഇന്നും തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും ഈ വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചാലിയാർ മേഖലയിലാണ്. അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പോലും അവിടെ നിന്ന് മൃതശരീര ഭാഗങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. യെസ്, അനൂപാണ് വിശദാംശങ്ങൾ, തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.